ഇൻസ്റ്റഗ്രാമൊക്കെ മോന്റെ കയ്യിലാണ്. മോനാണ് അവര് നോക്കുന്നു. അപ്പൊ കമന്റ് ഒക്കെ മതി ബാഹുബലിനെ കുറിച്ച് കമന്റ് ഒക്കെ വന്നപ്പോ എന്ത് കാണിച്ചു തന്നു. കിടിലമായിരിക്കും. രണ്ടു തരം ലുക്കാണ് വരുന്നത്. ട്രെയിൻ ട്രാവലർ ആണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ബാഹുബലിയാക്കി ആഗ്രഹം സാധിച്ചെന്ന് എല്ലാരും. ആഗ്രഹമല്ല സമുദായം. ഇപ്പൊ എവിടെയാ നടന്നോണ്ടിരിക്കണ ഷൂട്ടിങ് സൂര്യയുടെ? അല്ല അത് തീർന്നു, കംപ്ലീറ്റ് ആയി. ഷൂട്ടിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതാണ് ടൈറ്റിൽ പുറത്തിട്ടല്ലേ കറുപ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങളെ സൂര്യയുടെ പടം എങ്ങനെയാണ്? ഒരു പക്ക മാസം തന്നെയാണ്. ഇന്ദ്രൻസേട്ടൻ ആദ്യമായിട്ടല്ലേ തമിഴില്? സൂര്യ എങ്ങനെയാണ്? സൂര്യയുടെ കൂടെ കോമ്പിനേഷൻസുകളൊക്കെ ഉണ്ട്. ഫുൾ ടൈമുള്ള റോളാ? മുഴുനീള റോള് കുറച്ച് സൂര്യൻ ഞെട്ടിക്കണം. നമ്മ കേരളത്തിന് അഭിമാനമായി. ഇന്ദ്രൻ സെന്റർ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. അത് ഒഫീഷ്യൽ ഇന്ദ്രൻ സെന്ററിലാണ് ഹാൻഡിൽ ചെയ്യണത്. മോനാണ് ഹാൻഡിൽ ചെയ്യണത്. ഓക്കെ. അപ്പൊ കയ്യിൽ വരുന്ന മെസ്സേജസ് കാണാറുണ്ടോ? ഓക്കെ. ആളുകളെ മറ്റേ ഈ ബാഹുബലിനെ കുറിച്ചിട്ട് പറഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന? കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അധികം ക്യാമറ ഉള്ളതുകൊണ്ടാണ് അധികം സംസാരിക്കാത്തത്. ഒരു നമ്മളെ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉപയോഗിക്കണം. ഇപ്പോഴുണ്ട്. അതിന് വാട്സപ്പ് ഒന്നുമില്ല, ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമൊക്കെ മോന്റെ കയ്യിലാണ്. മോനാണ് അവര് നോക്കുന്നു. അപ്പൊ കമന്റ് ഒക്കെ മതി ബാഹുബലിനെ കുറിച്ച് കമന്റ് ഒക്കെ വന്നപ്പോ എന്ത് കാണിച്ചു തന്നു. എന്ത് തോന്നി? മറ്റേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എല്ലാരും നല്ലപോലെ എക്സൈറ്റഡ് വെയിറ്റ് ചെയ്യുന്നത് ആട് 3 ആണ്. എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിഥുൻ ചേട്ടൻ? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആട് 3നെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കിടിലമായിരിക്കും. രണ്ടു തരം ലുക്കാണ് വരുന്നത്. ട്രെയിൻ ട്രാവലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനങ്ങോട്ട് പ്രവേശിച്ചില്ല, അത് കാരണം അറിയില്ല. ട്രെയിൻ ട്രാവലറൊക്കെ ആദ്യമായിട്ടല്ലേ ഒരു ഫിക്ഷൻ ഒക്കെ സ്റ്റോറി? അല്ല, എന്നാണ് ഷൂട്ടിംഗ്? എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? കുറച്ചൊന്നും ചെയ്തു. പിന്നെ അടുത്ത ഈ മഴയൊക്കെ ആയതുകൊണ്ട് സെറ്റ് വർക്കൊന്നും നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിജയ് സാർ പറഞ്ഞു. എവിടെയും ലൊക്കേഷൻ? പാലക്കാട്. സ്ക്രിപ്റ്റ് മൊത്തം കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, കുറച്ചൊക്കെ അറിഞ്ഞോളൂ. എന്തായാലും ഉണ്ടാവുമല്ലോ, പിന്നെ സ്ക്രിപ്റ്റ് കേൾക്കണ്ടല്ലോ. അങ്ങനെയാണ് പറഞ്ഞു. ഇന്ദ്രൻസേട്ടന്റെ കണക്കിൽ എത്ര ബഡ്ജറ്റ് വരും പടത്തിന്? അതറിയില്ല.